السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിഭാഗം ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു. അബൂദാവൂദിലെ 1308 ഹദീസ്, റഹിമല്ലാഹു ഇംറഅൻ, അള്ളാഹു ഒരു പുരുഷന് അനുഗ്രഹം അരുളട്ടെ, ആമീൻ, കരുണ ചൊരിയട്ടെ, ആമീൻ. അയ്ഖള അഹ്ലഹു, തൻ്റെ വീട്ടുകാരിയെ വിളിച്ചുണർത്തി നിസ്കരിച്ചു. അവൾ ഉണരുന്നില്ലെങ്കിൽ നളഹ ഫീ വജ്ഹിഹ, അവളുടെ മുഖത്ത് വെള്ളം തെളിച്ചു. മുഖത്ത് വെള്ളം തെളിക്കണമെങ്കിൽ അതിന് മാത്രം ആഴമേറിയ ഉറക്കമാകണം, അതിന് മാത്രം ക്ഷീണം വേണം. എന്നാലും ക്ഷീണിച്ചതല്ലേ കിടന്നോട്ടെ, വൈകിയതല്ലേ കിടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കുള്ളതല്ല ഈ പ്രാർത്ഥന. റഹിമല്ലാഹു ഇംറഅത്തൻ, അള്ളാഹു ഒരു പെണ്ണിന് റഹ്മത്ത് നൽകട്ടെ. ഇതേപോലെ അവള് എഴുന്നേറ്റു, നിസ്കരിച്ചു, അവനെ ഉണർത്തി. ഉണരുന്നില്ലെങ്കിൽ നളഹത് ഫീ വജ്ഹിഹി അൽമാ, അവൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചു ഉണർത്തി. അപ്പോൾ ഉണർത്തിയവർക്ക്, വെള്ളം തെളിച്ചവർക്ക്, വെള്ളം തെളിക്കാതെ ഉണരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തവർക്കുള്ള പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനക്ക് നമുക്ക് അർഹമാകാൻ ശ്രമിക്കാം. എന്താണ് ഇത്രമാത്രം വൈകാൻ കാരണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയത് ഏറ്റവും നല്ല നിസ്കാരം ഏറ്റവും ഫസ്റ്റ് ടൈമിലാണ് എന്ന്. അപ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ സുന്നത്ത് നിസ്കരിക്കുക, ഉടനെ ഫർദ് നിസ്കരിക്കുക. മസ്ജിദിലാണെങ്കിൽ മസ്ജിദിൽ എപ്പോഴാണോ സമയം നിശ്ചയിക്കപ്പെട്ടത് അവിടെ. അപ്പോൾ വൈകാതിരിക്കാൻ എന്താണ് കാരണം? ഇന്നലെ ഒരാൾ ചോദിക്കുന്നു, ഉറക്കമില്ല, ഒരു നിലക്കും ഉറങ്ങുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ബുഖാരിയിലെ 547 ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന യക്റഹു നൗമ ഖബ്ല ഇശാ, ഇശാക്ക് മുമ്പ് ഉറങ്ങുന്നതിന് നബി വെറുത്തു. വൽ ഹദീസ ബഅദഹു, ഇശാക്ക് ശേഷം സ്വറ പറയുന്നതും അവിടുന്ന് വെറുത്തു. അപ്പോൾ അങ്ങനെ ആ ഹദീസിൻ്റെ അവസാനം കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിക്ക് 60 മുതൽ 100 വരെ ആയത്തോടി. നമ്മളെത്രയാണ് ഓതിയത്? 6 ആയത്ത്. നബി എത്രയാണ് ഓതിയത്? 60 മുതൽ 100 വരെ. അപ്പോൾ 9 പേജ് അല്ലെങ്കിൽ 15 പേജ് ഒരു സുബഹി നിസ്കാരത്തിലാണിത്. അള്ളാഹുവെ അനുഗ്രഹിക്കണം. അപ്പോൾ അവരുടെയൊക്കെ അടുത്തേക്ക് ഓടിയെത്താൻ ഒരുപാട് സമയം പിടിക്കും. സ്വർഗമാണെങ്കിൽ അവർക്കും നമുക്കും എല്ലാവർക്കും ഒരു സ്വർഗമാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം ഇനി ഉറക്കത്തിന് തടസ്സമാകുന്ന സ്വറയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. എന്നിട്ട് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇശ നിസ്കരിക്കുന്നത് കാന യുഹിബ്ബു അൻ യുഅഖർ, അത് വൈകാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. അപ്പോൾ നിസ്കാരം ഇശ വളരെ വൈകിട്ടാണ്. എന്നിട്ടും കാന യസ്തഹിബ്ബു അൻ യുഅഖറ അൽ ഇശ, അല്ലാഹു അക്ബർ, എന്നിട്ടും അവർ നേരത്തെ ഉണരുന്നു. എങ്ങനെയാണ് അവരുടെ ജീവിതം? എങ്ങനെയാണ് അവരുടെ ഉറക്കം? എങ്ങനെയാണ് അവരുടെ ഉണർച്ച? എത്രമാത്രമാണ് അവരുടെ ആരോഗ്യം? അത്ഭുതകരമാണ്. അള്ളാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണം. എല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവേ അനുഗ്രഹിക്കണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അള്ളാഹുവേ ശിഫ നൽകണം. മരിച്ചുപോയ ഞങ്ങളുടെ സത്വിശ്വാസികളായ കൂട്ടുകുടുംബാദികൾക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണം. മാതാപിതാക്കൾക്കും മക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും ബറക്കത്ത് പ്രദാനം ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വ നഊദു ബിക മിനൻ നാർ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. 7 മണിയായാൽ ഇസ്റാഖിന്റെ സമയമായി. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.